കാര്യത്തിൽ ബിജെപിക്ക് ഒരു പക്ഷേ മുസ്ലിം ലീഗ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു തരുന്നത്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും ഉണ്ട്. നിലവിൽ മാത്രമല്ല കേരളത്തിൽ ഒന്നടക്കമുണ്ട്. അപ്പോൾ UDF പറഞ്ഞത് തന്നെയാണ്. വളരെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് UDF പറഞ്ഞത്. ജനങ്ങളത് അംഗീകരിച്ചു. അതിൻ്റെ വിജയമാണ് ഇപ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടുത്തെ വികസന മുരടിപ്പ്, അതുപോലെ തന്നെ ജനജീവിതത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ വന്നിട്ടുള്ള വൻ വീഴ്ചകൾ, ഇതൊക്കെ തന്നെ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച കേരളീയ സമൂഹത്തിൽ അങ്ങനെയാണല്ലോ, എല്ലായിടത്തും അക്രമവും അരാജകത്വവും ഒക്കെ നടപാടും. അപ്പോൾ അതിനെതിരൊക്കെയുള്ള ഒരു വിധേയത്വമായിട്ടാണ് ഇത് കാണുന്നത്. നിലവിൽ ഞങ്ങൾ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ മറ്റ് പലതും പറഞ്ഞ് അവിടെ വോട്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അത്തരം ദുഷ്പ്രചരണങ്ങൾക്കൊന്നും അവിടെ വിലയില്ലാതായിരിക്കുകയാണ്. ജനങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ പ്രതികരിച്ചു എന്നുള്ളതാണ് നിലമ്പൂരിന്റെ വിധേയത്വം. വോട്ട് പിടിച്ചു, അതൊരു നിരാശയുണ്ടോ ആ ലീഗിന് ആ കാര്യത്തിൽ? ലീഗ് അത് അവിടെ UDF അവിടെ ഭരണത്തിനെതിരായിട്ടുള്ള വോട്ടുകളാണ്. അതിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനായാലും മറ്റ് ഇടതുപക്ഷ മുന്നണിക്കെതിരെ അനുസരിച്ചുള്ള ആർക്കും കിട്ടിയിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരത്തിന് എതിരെയുള്ള ഒരു വോട്ട്. അൻവർ പിടിച്ച വോട്ടിന്റെ എണ്ണം അത് നിങ്ങളെ ഒരു ചിന്തിപ്പിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇത്രയധികം വോട്ട് അൻവറിലേക്ക് പോയത് എന്ന കാര്യം പരിശോധിക്കേണ്ടതാണ്. അവിടെ ഞങ്ങൾ ചിന്തിക്കുന്നതായി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയമാണ്. ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയിട്ടുള്ള വോട്ടുകളാണ് ഇപ്പോൾ ഞങ്ങളെ ആഹ്ലാദിക്കുന്നത്. ഈ വിശകലനം പിന്നീട് നടത്തും. ആ മുഴുവൻ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞ ശേഷം ഈ മുസ്ലിം ലീഗ് വിശകലനം നടത്തും, അതുപോലെ തന്നെ UDF വിശകലനം നടത്തും. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇല്ല, ഞങ്ങൾ ഇപ്പോൾ നല്ല ഭൂരിപക്ഷമാണല്ലോ. അവിടെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മണ്ഡലമായിരുന്നല്ലോ കുറച്ചു കാലമായിട്ട്. ആയിരം മുഹമ്മദ് സാഹിബിൻ്റെ ശേഷം ഒരു ഇടതുപക്ഷത്തിൻ്റെ മണ്ഡലമായിരുന്നു. അതാണിപ്പോൾ നമുക്ക് പിടിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അൻവറിന്റെ കൂടെ കൂടിയിരുന്നെങ്കിൽ ആ വോട്ട് കൂടി ഇങ്ങോട്ട് പോരുമെന്ന് കരുതുന്നില്ല. അത് ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചിട്ടുള്ളത് UDFന് അവകാശപ്പെട്ട വോട്ടുകളാണ്. ഈ അൻവറിന്റെ വാതിൽ തുറന്നിട്ടുണ്ടോ അല്ല അടച്ചു തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? ലീഗിന്റെ താല്പര്യം എന്താണ് ആ കാര്യത്തിൽ? അത് UDF തീരുമാനിക്കേണ്ടതാണ്. ഞാൻ പറയാം, അൻവറിന് UDF എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നും ഇന്നലെ ഉണ്ടായ കാര്യമൊന്നുമല്ലല്ലോ. UDF വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു മുന്നണി സംവിധാനമാണ്. അൻവറിന് നിലമ്പൂർ സ്റ്റേഷനിൽ കയറാമായിരുന്നു, പക്ഷെ കയറാൻ പറ്റിയില്ല. ഇനി സ്റ്റേഷനുകൾ ധാരാളം ഉണ്ടല്ലോ, കയറിക്കും. ലീഗിന്റെ ശ്രമം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും UDF ആ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും. 2026 അൻവർ കൂടി വേണം ഈ സംവിധാനത്തിൽ എന്നൊരാവശ്യം ഇപ്പോഴുണ്ടോ? അതായത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലെ അതൊക്കെ ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്താണ് അൻവർ കൂടി വേണമായിരുന്നു എന്നാണോ? ലീഗ് ആദ്യം അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അൻവറിന്റെ കാര്യത്തിൽ ലീഗിന്റെ അഭിപ്രായം ആദ്യം പറഞ്ഞിട്ടുണ്ട്. വേണമെന്ന് തന്നെയായിരുന്നു. ലീഗിന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നല്ലോ. അതെ, ഇപ്പോൾ നമുക്ക് മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തണം. ഇപ്പോൾ കേരളത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യത്തിന് വേണ്ടി അധികാരത്തിൽ വരണം. അതിനും മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും മുന്നണി ചെയ്യണം എന്നാണ് പറയുന്നത്. അതിന്റെ എല്ലാ ഘടകങ്ങളുണ്ട്. അൻവർ മാത്രമല്ല, ഒരുപാട് ഘടകങ്ങൾ ഇനിയുണ്ട്. മറ്റ് വേറെയും ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പ്രചരണങ്ങളൊന്നും അവിടെ ഏശിയിട്ടില്ല. അതൊക്കെ നിലമ്പൂരിലെ ഇലക്ഷൻ നടന്ന സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മഴത്തൊക്കെ പിന്നെ നിറഞ്ഞ പടക്കമായി മാറി. മുസ്ലിം ലീഗ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രതികരണമാണ് കണ്ടത്.